നമസ്കാരം, ഞാൻ അഷ്കർ മുക്കാണ്. ഇന്ന് ഞാൻ മുക്കം വെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. മുക്കം വെസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ഐറ്റം നമുക്ക് ഫസ്റ്റിൽ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇത് അഗസ്ത്യമൊഴിയാണ്. അഗസ്ത്യമൊഴി ആലൻചുവടാണ് നിങ്ങൾ ഈ കാണുന്നത്. ആലൻചുവട് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മനോഹരമായ കാഴ്ച തന്നെയാണ്. വിനോദത്തിന്റെ പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന വ്യത്യസ്തയിനം റൈഡുകൾ സംഗമിക്കുന്ന ഏറ്റവും മികച്ച അത്യാധുനിക സംവിധാനങ്ങളും സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കിയ അഗസ്ത്യമൊഴി പാലത്തിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ കംപ്ലീറ്റ് മുകൾ ഭാഗത്ത് ഫുൾ LED ലൈറ്റ് കൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ തല മുതൽ അവസാനം വരെ ഫുള്ള് ലൈറ്റുകളാണ്. മനോഹരമായ കാഴ്ച തന്നെയാണ്. പല തരത്തിലുള്ള LED ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ്. ഈ ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ വലിയ ആളുകൾക്ക് 60 രൂപയും ചെറിയ ആളുകൾക്ക് 40 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 21-ാം തീയതി ഇവിടെ വൻ തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും ആളുകൾ ഈ ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. നല്ല തിരക്കായിരുന്നു ഇവിടെ. അപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് 21-ാം തീയതി, അതായത് 2024 21-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞായറാഴ്ച ആയിരുന്നു, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ. നിങ്ങൾ ഈ കാണുന്നത് ഭാരത സർക്കാരിൻ്റെ കീഴിലുള്ള ഉപഗ്രഹങ്ങളും അതിൻ്റെ വിക്ഷേപണങ്ങളും അടങ്ങിയ ഒരു മിനിയേച്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിന് ആളുകൾക്ക് മനസ്സിലാവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ബസ്സാണ്, ഒരു ബസ്സിനുള്ളിലാണ് ഈ ഒരു സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു കാഴ്ചകൾ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കാം. അത്രക്കേറെ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് കാണാം. ഇതൊരു സാധാ ബസ്സാണ്. ഒരു ബസ്സിൻ്റെ ഉള്ളിലായിട്ട് ഇവർ ഓരോരോ സെക്ഷനാക്കി ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കി വായിച്ചെടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു ഫെസ്റ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ട് നമുക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആനയാണ് കാണുന്നത്. ആനയും കടുവയും അതേപോലെ തന്നെ ഒരുപാട് പിന്നെ മൃഗങ്ങളെ പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ സൗണ്ടും ഉണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് കടുവയും അതേപോലെ തന്നെ എല്ലാം അതിൻ്റെതായ ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ഒരു ജിറാഫാണ്. ഈ ജിറാഫിൻ്റെ ആ ഒരു രൂപം കറക്റ്റ് ഒരു ജിറാഫ് നിൽക്കുന്ന ആ ഒരു സ്റ്റൈലാണ്. കാരണം ഒരു വ്യത്യാസവും ഇല്ലാത്ത നല്ല രീതിയിലാണ് ഇവരുടെ ജിറാഫിൻ്റെ ആ ഒരു പിന്നെ നിർമ്മാണ രീതി. അതേപോലെ തന്നെ ആനയുടെ നിർമ്മാണ രീതിയും ആനയും ജിറാഫും ഏകദേശം ഒരേ അതേ സെയിം ആ ഒരു സംഭവം അവിടെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഫീൽ നമുക്കിവിടെ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട്. ഇനി KCB സോളാർ പ്ലാന്റ് കപ്പാസിറ്റി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഉപയോഗവും ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അടുത്ത കൗണ്ടർ 101, അതായത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ. അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരണങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരണങ്ങളും ഇവർ തരുന്നതാണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ ഉപയോഗം നമുക്ക് വളരെ കറക്റ്റായിട്ട് ഇവർ പറഞ്ഞു തരുന്നതാണ്. അടുത്തതായിട്ട് കേരള വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിജ്ഞാപനത്തിൻ്റെ ഭാഗമായിട്ട് കാട്ടിൽ വസിക്കുന്ന ജീവികളെ കുറിച്ചുള്ള ഒരു അറിവാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഓരോരോ ജീവികളെയും നമുക്കിവിടെ കാണാം. അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഉപയോഗവും അതെന്താണ് സംഭവം അതിൻ്റെ പേരും എല്ലാം തന്നെ ഇവിടെ വളരെ നല്ല രീതിയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും പേര് നമുക്ക് ഇവിടെ കാണാം. പിന്നെ ആട് എല്ലാം ഐറ്റം ജീവികളും കാട്ടിൽ വസിക്കുന്ന ഒട്ടുമിക്ക ജീവികളും ഇവിടെ നമുക്ക് കാണാം. എല്ലാത്തിൻ്റെയും അതായത് പേരും അതേപോലെ തന്നെ അതിൻ്റെ ഉപയോഗം അത് ഏതെല്ലാം ഇനത്തിൽ പെടുന്നുവെന്നും എല്ലാം വളരെ കറക്റ്റായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്.
ഇനി കേരള പോലീസിൻ്റെ ടെലി കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് അവരുപയോഗിക്കുന്ന വയർലെസ് മൈക്കുകളും അതിൻ്റെ ഉപകരണങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നുണ്ട്. അപ്പോൾ നിരവധി പല തരത്തിലുള്ള വയർലെസ് മൈക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആളുകൾ ഉപയോഗിച്ച കുറച്ച് ഉപകരണങ്ങൾ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ജലചക്രമുണ്ട്. ജലചക്രത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വയലുകളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചക്രം കറക്കിയിട്ടാണ് വെള്ളം എത്തിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ വേറെയും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഇതിൻ്റെ എല്ലാം പുറത്ത് ഇതിൻ്റെ ഉപയോഗം എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായി നമുക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കാം. ഇതൊരു പെട്ടിയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ സ്കൂളുകളിലൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിൽ പുസ്തകങ്ങളും എല്ലാം ഇട്ട് കൊണ്ടുപോയൊരു കാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു ബോക്സാണ് നിങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് നൂൽത്തിരി എന്താണെന്ന് അറിയില്ല. അതായത് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാം നമുക്ക്. അതിൻ്റെ പേരുകളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പേര് അതിൻ്റെ മുകളിൽ വളരെ കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. നമുക്കത് നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും വളരെ മനോഹരമായി കാണാൻ കഴിയുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്ന് വളരെ സ്ലോ ആയി പിടിച്ച വീഡിയോ ആണ്. എല്ലാം നിങ്ങൾ വളരെ നല്ല സ്ലോ ആയിട്ട് കാണുക. എല്ലാം കറക്റ്റായി നമ്മൾ എല്ലാം നോക്കി മനസ്സിലാക്കുകയാണ്.
Dinner.